ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മുടെ 47ാമത്തെ ലിറ്റററി ലെൻസിന്റെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ വായിച്ചറിയാനിരിക്കുന്ന പുസ്തകം ഒരു കുടയും കുഞ്ഞു പെങ്ങളും. നമ്മൾ പണ്ട് മുതലേ പഠിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു കഥയാണല്ലേ. അപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ച് കേൾക്കാന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ മനോഹരമായ കൃതിയെക്കുറിച്ചും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആഴമുള്ള സന്ദേശങ്ങളെ കുറിച്ചും സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 4th സെം ഇംഗ്ലീഷിലെ ജസീന CP ആണ്. സോ ഐ വെൽക്കം ജസീന ആൻഡ് എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. ജസീന കേൾക്കണ്ട? ഹലോ, കേൾക്കുന്നുണ്ട്. ഇവിടെ കറണ്ട് ഇല്ല, ഇടിയും മഴയാണ്. അപ്പൊ വീഡിയോ ഓക്കെ. ഗുഡ് ഈവനിങ്. അപ്പൊ ഞാൻ ഇന്ന് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് വർക്കിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും. അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാണ്, പക്ഷെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്റെ ചെറുതാവുമ്പോ വായിച്ചിട്ടുള്ളൊരു ബുക്കാണ്. അപ്പൊ അതെനിക്കിവിടെ എന്താ പറയാ പറയണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ ഒരു ബുക്ക് തന്നെ സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ്. ഈ ഒരു മുറ്റത്ത് വർക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം 1913 മുത്തോളി കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, അതുപോലെ തന്നെ ഒരു പത്രപ്രവർത്തകനുമായിരുന്നു. പക്ഷെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ ഈ രചനയിലൂടെയാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു നോവല് പ്രസിദ്ധീകരിച്ചത് 1961 ഈ നോവല് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ നോവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഹോദര ബന്ധം, രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ളതാണ്. ഒരു മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലില്ലി, ബേബി. അവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. അവരും മാതാപിതാക്കള് അവർക്ക് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നോവലാണിത്. പിന്നെ അവർ ജീവിക്കുന്നത് അമ്മയുടെ സഹോദരിയായ അവരുടെ പാരമ്മന്റെ കൂടെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് അവിടുന്ന് എന്താണ് ഒരു വേണ്ടതായിട്ടുള്ളൊരു ഒന്നും അവിടുന്ന് ലഭിച്ചിരുന്നില്ല. എപ്പോഴും ക്രൂരതകളും അടിയും ഒന്നും എന്താ പറയാ ഒരു നമുക്ക് കിട്ടേണ്ട ഒന്നും അവിടെ നിന്ന് അവർക്കും ആ രണ്ടു കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ വരെ പോവാൻ വരെ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു അവരാ അമ്മ, പേരമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വീട്ടിലുള്ള എല്ലാ ജോലികളും എല്ലാം ചെയ്യിപ്പിച്ചിട്ടാണ് അവർ സ്കൂളിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം, ഒരു മഴയുള്ളൊരു ദിവസം, ഇവരെ കയ്യിൽ കുടമൊന്നും ഉണ്ടായിരുന്നില്ല, എടുക്കാൻ ഡ്രസ്സ് പോലും ഇല്ല. ആകെ ഒരു ഡ്രസ്സൊക്കെ ഇവരെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ കുടമൊന്നും ഇല്ലാത്ത ആ ഒരു ദിവസം നല്ലോണം മഴ പെയ്യുണ്ടായിരുന്നു. അപ്പം ഇവള് ലില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സഹോദരനെ വിളിച്ചിരുന്നത് ഇച്ചാച്ച എന്നാണ്. അപ്പോ ഇച്ചാച്ചൻ എന്നുള്ളത് ബേബി അവളോട് പറയുന്നുണ്ട്, ഞാൻ ഈ മഴയത്ത് ഓടിപ്പോക്കോളാം, നീ നിന്റെ ഫ്രണ്ടായ ഗ്രേസിന്റെ കൂടെ കൊടയിൽ കയറി പൊക്കോന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബേബി അവിടെ നിന്നിട്ട് മഴയത്ത് ഓടിപ്പോയി. അങ്ങനെ ലില്ലി ഗ്രേസിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ നിന്റെ കൊടയിൽ കയറട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗ്രേസ് ഉടനടി മറുപടി പറഞ്ഞു, പറ്റൂല, നീ മുഷിഞ്ഞ ഡ്രസ്സൊക്കെയാണ് ഇട്ടിക്കണേ, എന്റെ കുടയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ആകെ സങ്കടമായിട്ട് ഗ്രേസി സ്കൂളിലേക്ക് നടന്നു പോയി. അങ്ങനെ ഇവള് മഴയത്ത് സ്കൂളിലേക്ക് നടന്നു പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവള് വീഴുന്ന മുട്ടൊക്കെ മുറിയുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതൊന്നും ഒരു വേദന ആയിരുന്നില്ല. അവൾക്ക് അവളെ ബുക്കും സ്ലേറ്റും നനയും എന്നുള്ളൊരു അത്രയും ടെൻഷനായിരുന്നു. അങ്ങനെ പിന്നെ സ്കൂൾ വരാന്തയിൽ എത്തി. ടീച്ചർ അവളോട് നേരം വൈകിയത് എന്തെന്ന് ചോദിച്ചിട്ട് അവളെ പുറത്താക്കുകയാണ്. എവിടുന്നും ഒരു എന്താ പറയാ ഒരു കരുതലോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ സംഭവിക്കുന്നത്, ബേബി ഇവളെ കൊടയിൽ കയറ്റാത്തത് അറിഞ്ഞ് അങ്ങനെ അവന് കുറെ കല്ലൊക്കെ പെറുക്കിയിട്ട് നമ്മുടെ ഗ്രേസിനെ എറിയുന്നതാണ്. നെറ്റിയിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞിട്ട് അവിടുന്ന് ചോര പൊഴിഞ്ഞിട്ട്. അങ്ങനെ ഗ്രേസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണക്കാരിയായിട്ടുള്ളവരെ ഒരു മോളാണ്. അങ്ങനെ പിന്നെ ബേബി കല്ലെടുത്ത് എറിഞ്ഞിട്ട് പിന്നെ അവനക്ക് പോലീസിനൊക്കെ ഭയന്നിട്ട് അവൻ അവിടെ നിന്നിട്ട് നാട് വിട്ട് പോവാണ്. ആ നാട് വിട്ട് പോണ സമയത്ത് തന്നെ
എല്ലാവരും ഉറങ്ങിയ ശേഷം രാത്രി അവന് ലില്ലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ലില്ലിനോട് പറയുന്നുണ്ട്, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും, ഞാൻ അവളെ അറിയാണ്ട് എറിഞ്ഞു പോയതാണ്, മുറിയാവുന്നെന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ പറഞ്ഞിട്ട് ലില്ലിന്റെ അടുത്ത് നിന്ന് അവന് ഓടിപ്പോണ സമയത്ത് പിന്നെ വീണ്ടും ലില്ലിന്റെ അടുത്തേക്ക് ഒന്നുകൂടി തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു കുടയുമായിട്ടാണ് വരാന്ന് പറയുന്നുണ്ട്. ഒരു സ്വർണ്ണ കുരുവിയുള്ള കാലുള്ള ഒരു കുടയുമായിട്ട് ഞാൻ ഇനി തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. അവൻ ഓടിപ്പോയിട്ട് അവനൊരു ബസ് സ്റ്റാൻഡിൽ എത്തുകയാണ്. പിന്നെ അവിടുന്ന് അവന് ചുമടെടുത്തിട്ട് ആണ് ജീവിതം മുന്നോട്ട് ഇതാക്കുന്നത്. ജീവിതം മുന്നോട്ട് ഇതാക്കുന്ന പറഞ്ഞാൽ അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട തന്റെ സഹോദരിക്ക് വാങ്ങിക്കാന്നുള്ള ആ ഒരു ഇതായിരുന്നു. അങ്ങനെ പിന്നെ അവന് ക്യാഷൊക്കെ സ്വരുക്കൂട്ടി വെച്ചു. കുട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകുമ്പോൾ പേഴ്സിൽ എന്താണ് ആ സ്വരുക്കൂട്ടിയ കാശ് അവന്റെ കയ്യിൽ ഉണ്ടാവില്ല. അത് അവന്റെ കൂടെ ഉള്ളവർ തന്നെ മോഷ്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവൻ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ആ ഒരു ജോലിയിൽ നിന്നും. പക്ഷെ ഈ ബേബി അവിടുന്ന് പോയത് കൊണ്ട് തന്നെ ലില്ലിക്ക് ഇവന് പോയതിന്റെ എല്ലാ ദേഷ്യവും അവന്റെ പേരമ്മ ലില്ലിനോടാണ് തീർത്തിരുന്നത്. ഭയങ്കര കഠിനമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മുടെ ലില്ലി കടന്നു പോയിണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബേബി ഒരു ഹോട്ടലിൽ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടെ അവനക്ക് എന്താണ് ശമ്പളം ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുഡും കിടക്കാനുള്ള ഒരു കിടപ്പിടം മാത്രമേ അവിടുന്ന് അവർ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഒരു ദിവസം എന്തോ ഫുഡിൽ എന്തോ ഒരു മുടിയുടെ ഒരു ഇത് കണ്ടതോട് കൂടിയിട്ട് അവന്റെ മുടി അവിടുന്ന് മൊട്ടയടിക്കുകയും അവനവിടുന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് ആ ഹോട്ടലിന്. അങ്ങനെ പിന്നെ അവന് അവിടുന്ന് ഓടിപ്പോയിട്ട് ഒരു സ്ഥലത്ത് കിടന്നിട്ട് കരയുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കല് ഈ സ്ത്രീയുടെ പേഴ്സ് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവനാണ്. സ്ത്രീയുടെ പേര് സൗദാമിനി എന്നാണ്. അങ്ങനെ ഇവന്റെ കഥകളൊക്കെ കേട്ടിട്ട് സൗദാമിനി എന്താണ് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ അവനക്ക് അവിടെ നല്ലൊരു ലൈഫായിരുന്നു. അവര് പറഞ്ഞിരുന്നത്, സൗദാമിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവൾക്ക് അവന്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടിരുന്നു, അതുപോലെയായിരുന്നു ബേബിനെ സൗദാമിനി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അവൻ പറയുന്നത് എന്താ, എനിക്കൊന്നും ക്യാഷ് ഒന്നും വേണ്ട, എനിക്കൊരു സ്വർണ്ണക്കുരുവിന്റെ കാലുള്ള ഒരു കൊട വാങ്ങിച്ചു തന്നാൽ മതി, എന്റെ പെങ്ങൾക്ക് കൊടുക്കാനാന്ന് പറയുന്നുണ്ട്. പിന്നെ ലില്ലിന്റെ കാര്യമാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ അവൾ അവിടുന്ന് സഹിക്കാൻ പറ്റാണ്ട് അവള് വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഓടിപ്പോണ സമയത്ത് ഒരു കാറിൽ അവളെ സഹോദരനാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ കാറിന്റെ പിന്നാലെ പോകുന്നുണ്ട്. നോക്കുമ്പോ അവളെ സഹോദരനായിരുന്നില്ല, ഒരു ഡോക്ടറായിരുന്നു, ഡോക്ടർ ജോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫും 2 മക്കളും ആയിരുന്നു അതിലുണ്ടായിരുന്നെ. അങ്ങനെ അദ്ദേഹം അവൾക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് പറയുന്നുണ്ട്, നീ ഞങ്ങളെ കൂടെ ഇവളെ കഥകളെല്ലാം പറയുന്നുണ്ട്. എന്റെ എന്താണ് ബ്രദർ എങ്ങനെ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവര് ഇവളെ ഏറ്റെടുക്കണം. പിന്നെ അവര് നല്ല ആ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യത്തുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അവളെ ഏറ്റെടുത്ത് അവരെ മക്കളെ പോലെ നോക്കി വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ അവൾ അവിടെ ജീവിക്കുന്ന നമ്മുടെ ബേബി സൗദാമിനി സൗദാമിനി അവളെ ഭർത്താവിനും കൂടെ ബേബി ജീവിക്കുന്നുണ്ട്. അപ്പോഴും ബേബി നമ്മുടെ ലില്ലിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലില്ലിക്കാണെങ്കിലോ അവളെ ഏട്ടന് എത്ര സൗകര്യം എല്ലാം എന്താണ് ഫുഡും വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തിട്ടും അവളെപ്പോഴും ചിന്തിച്ചിരുന്നത് അവളെ ഇച്ചാച്ചനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൗദാമിനി ഒരു പാട്ടുകാരിയാണ്. അപ്പൊ നല്ലോണം പാട്ട് പാടും. അപ്പൊ ഈ ഡോക്ടർ വീട്ടില് അവരെ മക്കളെ, അതായത് ലില്ലിനെയും അവരെ മറ്റു 2 മക്കളെയും പാട്ട് പഠിപ്പിക്കാൻ നമ്മുടെ സൗദാമിനി അങ്ങോട്ട് പോകുന്നുണ്ട്, അവരെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അപ്പോഴും അറിയില്ല ബേബി ഇവിടെ ഉണ്ടെന്നും ലില്ലി അതാണെന്നുള്ളതും ഇവർക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഡോക്ടർ നമ്മുടെ ലില്ലിയുടെ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് പത്രത്തിൽ ഒരു ന്യൂസ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ചുരുളമുടിയുള്ള എന്താണ് ബേബി എന്ന് പറഞ്ഞ പേരുള്ള 12 വയസ്സായ ഒരു കുട്ടിനെ കാണാനില്ല പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ സൗദാമിനെ എന്തോ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കടലാസ പേപ്പർ അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് തുറന്നു നോക്കിയപ്പോൾ കാണാനില്ല എന്നുള്ള ഈ ഫോട്ടോ ഇവിടെ കാണുകയാണ്. അപ്പൊ സൗദാമിനിയോട് ഇവന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാലൻ എന്നാണ്, ബേബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൊട്ട അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ,
പക്ഷെ ഈ ഫോട്ടോയിലാണെങ്കിൽ മുടിയുണ്ട്. അങ്ങനെ ഇവള് ബേബിനെയും ആ ഒരു ഫോട്ടോയും കൂടി നോക്കിയപ്പോ അത് അവള് ബേബിയാണെന്ന് തിരിച്ചറിയാണ്. അങ്ങനെ പിന്നെ എന്താണ് അങ്ങനെ ഇവള് സൗദാമിനി ബേബിനെ ഇട്ട് ലില്ലിന്റെ വീട്ടിലേക്ക് ഡോക്ടർ വീട്ടിലേക്ക് പോവാ. അങ്ങനെ അവര് തമ്മില് കണ്ടുമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കരയുന്നുണ്ട്. ഏട്ടൻ എനിക്കൊരു കുട വാങ്ങിക്കാന്ന് പറയാണ്ട് പോയതല്ലേ എന്നൊക്കെ പറയാണ്ട് ഭയങ്കര കരച്ചില്. അതൊക്കെ ഇപ്പൊ ഞാൻ ഈ പറയുമ്പോ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഫീൽ ഉണ്ടാവില്ല, പക്ഷെ വായിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ആ ഒരു കണ്ണ് നനയിപ്പിക്കുന്നതൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു നോവലാണിത്. അങ്ങനെ പിന്നെ അവരാ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജോണിന്റെ മകളെ ജോൺ ഡോക്ടർ ആവുന്നുണ്ട്. പിന്നെ അവർ പഠിപ്പിച്ച് ഡോക്ടർ ആക്കുന്നുണ്ട്. അങ്ങനെ ബേബിനെ എന്താണ് ജോണിന്റെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. അതുപോലെ മോനെ ലില്ലിനെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദമ്പതിമാര് ബേബിന്റെ അടുത്ത് ഇതിന് വരികയാണ്, ചികിത്സക്ക് ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് വരുന്നതാ. ആ സമയത്ത് ശസ്ത്രക്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ക്യാഷ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ പറയുന്നുണ്ട്, എല്ലാം മാറിയതിനു ശേഷം വരുമ്പോ പറയുന്നുണ്ട്, ക്യാഷ് കൊടുക്കുമ്പോ ബേബി പറയുന്നുണ്ട് എനിക്ക് ക്യാഷ് ഒന്നും വേണ്ട, എനിക്കൊരു സ്വർണ്ണക്കുരുവിന്റെ കാലിലൊരു ചുമന്ന കൊട വാങ്ങിച്ചു കൊണ്ടുവന്നാ മതി. അപ്പൊ ഇവരിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഡോക്ടർക്ക് എന്താ വട്ടായോ എന്നുള്ള ഒരു ഇതിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ ആ കൊടയിട്ട് വരും. അങ്ങനെ ബേബി അവരോട് പറയുന്നുണ്ട് ഈ കൊട ഇവൾക്ക് കൊടുക്കുന്നു, ലില്ലിക്ക് കൊടുക്കുന്നു. അപ്പൊ ഇവരാകെ ഇങ്ങനെ, ലില്ലിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താ ഇപ്പൊ സംഭവം എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ ആ കൊട കൊണ്ടുകൊടുത്തത് ഗ്രേസി ആയിരുന്നു. അപ്പോ അങ്ങനെ അവര് പിന്നെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞു, ആഡംബരമായിട്ടുള്ള ഒരു കല്യാണമൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ അവര് പാവങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ പേരമ്മക്ക് ഇവരെല്ലാവരും പോയതോട് കൂടിയിട്ട് ആകെ ഭ്രാന്തായി. അങ്ങനെ ആ ഒരു ഫുഡ് കൊടുക്കണത്തിന്റെ കൂട്ടത്തിലും ഈ പേരമ്മയും അവരെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു നോവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരുപാട് സ്നേഹവും കാരുണ്യവും മനുഷ്യത്വം ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നോവലാണ്. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരിക്കലും എന്താ പറയാ ഒരു ഫീൽ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഇത് എന്താ പറയാ വായിക്കുമ്പോ, ഞാൻ ഈ ഒരു നോവല് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് വായിച്ചിട്ടുള്ളൊരു നോവലാണിത്. അതായത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വായിച്ചതായിരുന്നു. അന്ന് തന്നെ ഞാൻ ഇത് വായിച്ചിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു നോവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നീട് ഞാൻ കുറെ നോവൽ വായിച്ചെങ്കിലും ഈ ഒരു ലില്ലി ബേബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്തതാ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാനത് വായിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ എന്റെ മനസ്സിൽ നിന്ന് ഓർത്തെടുത്തിട്ടും പിന്നെ എനിക്ക് ചെറിയ മറ്റു ക്യാരക്ടേഴ്സിന്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബില്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ പറയുന്നത്. അത്രയും എന്താ പറയാ ഒരു മനോഹരമായിട്ടുള്ളൊരു നോവലാണ്. പിന്നെന്താണ് ഇത് നമ്മുടെ മുട്ടത്ത് വർക്ക് എന്താണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ വായിക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. കാരണം ഒരു എന്താ പറയാ കടിച്ചാൽ പെട്ടാത്ത വാക്കുകൾ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ആ ഒരു ഓരോ വരിയും എന്താണ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടുകൊണ്ടുള്ള ഒരു നോവലാണിത്. പിന്നെ ആങ്ങള പെങ്ങൾ എന്നുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ നല്ല അടികൂടി ഇട്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അടികൂടും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇണങ്ങും, അതപ്പൊ തന്നെ തീരും. പക്ഷെ വലുതാവും തോറും അടി അവിടെ കൂടാണ്ട് പിന്നെ ആ ഒരു സ്നേഹത്തിന് എന്താണ് ശക്തി കൂടുകയല്ലേ. അങ്ങനത്തെ ഒരു നോവലാണിത്. നമുക്ക് എന്തായാലും ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സങ്കടമാവും. പിന്നെ അവസാനം വരുമ്പോഴും നമുക്ക് സങ്കടമാവും. സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ സങ്കടമായിരിക്കും അവസാനത്തിൽ എത്തുമ്പോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണ രൂപത്തിലുള്ള, എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം 7ാം ക്ലാസ്സിൽ എന്തോ ഈ ഒരു ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പറയാൻ ഈ ഒരു നോവൽ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോവൽ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മള് എന്താ പറയാ ഓരോരുത്തരും നമ്മൾ ഓരോ തിരക്കിലായിരിക്കും. അപ്പോഴും നമ്മളെ ബന്ധങ്ങളെ കൈവിടാണ്ടിരിക്കുക, എപ്പോഴും മനുഷ്യത്വം എന്നുള്ളത് നമ്മളെ കൂടെ കൊണ്ടു കിടക്കുക. കാരണം ഇപ്പൊ നമ്മൾ ആസ് എ ടീച്ചറാണ്. ആ ടീച്ചർ ആവുമ്പോഴും നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് കുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കഥ ഇപ്പൊ ഉണ്ടോ 7ാം ക്ലാസ്സിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയും എന്താ പറയാ ഒരുപാട് കുട്ടികൾ വളർന്നു വരുന്നുണ്ട്.
അവർക്കൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഉപകാരമാവും. കാരണം മനുഷ്യത്വം, കാരണവും സ്നേഹം ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നോവലാണിത്. അപ്പൊ എല്ലാരും വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽ വരുന്നില്ല. അതെന്തായാലും നമ്മള് എന്താ പറയാ, വായിച്ചിട്ട് ഇങ്ങനെ ഓരോ വരി വായിച്ചിട്ട് ഇങ്ങനെ അറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാരും വായിക്കുക. താങ്ക് യു. താങ്ക് യു ജസീന. വളരെ ലളിതമായ രീതിയിൽ നമ്മൾ മുന്നിൽ പ്രസന്റ് ചെയ്തു അല്ലെ. എല്ലാവർക്കും അവസാന ഭാഗത്ത് സ്നേഹബന്ധങ്ങളുടെ വിലയെല്ലാം പറഞ്ഞു തന്നപ്പോ എല്ലാവർക്കും ആ ബുക്ക് വായിക്കണം എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ടാവും. വായിച്ചവരുണ്ടാവും, പക്ഷെ ഇനിയും വായിക്കണം എന്നുള്ള ഒരു ഇത് ഞങ്ങളിൽ ഉണ്ടാക്കാൻ ജസീനക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ പേജിലും അതിന്റെ ഓരോ വികാരങ്ങൾ ഞങ്ങളിലേക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിലൊരു സംശയമില്ല. പിന്നെ ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് അങ്കിതയെ വെൽക്കം ചെയ്യുന്നു. ഹലോ. അപ്പോൾ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ള ആ പുസ്തകം എത്ര മനോഹരമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളമാണ് ഒരു സഹോദര ബന്ധം ആദ്യം മുതൽ അവസാനം വരെ ഉടനീളം അങ്ങനെ നിൽക്കുന്ന ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിത് പഠിച്ചിട്ടുണ്ട്, പറഞ്ഞ പോലെ എത്രാം ക്ലാസ്സിലാണെന്ന് ശരിക്കും ഓർമ്മയില്ല, പക്ഷെ 2 ബുക്കായിട്ട് അടിസ്ഥാന പാഠവലിയിലാണെന്ന് തോന്നുന്നു അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഏട്ടനില്ല. അപ്പൊ ആ സമയത്ത് വായിക്കുമ്പോൾ അയ്യോ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. അതിപ്പോഴും ഉണ്ട്. അതായത് ചേച്ചി അനിയത്തിയൊന്നും നല്ലതല്ല എന്നല്ല, പക്ഷെ ആ ഒരു ഏട്ടന്റെ ഒരു വൈബ് വേറെയാണെന്ന് എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബേബി ലില്ലി അവര് ജനിച്ചപ്പോ മുതൽ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം, പിന്നെ അവരുടെ വേർപിരിയല്, പിന്നെ നമ്മളിത് വായിക്കുന്ന സമയത്ത് അയ്യോ ഇനി എന്താവും ഇവരൊക്കെ, ഈ ബേബി നാട് വിട്ടു പോകുന്നു, ലില്ലി വേറെ ആവുന്നു, അപ്പോ ഇനി അത് അവസാനം ഇനി എന്താവും, ഇവർ ഒത്തുചേരുവോ അല്ലെങ്കിൽ എന്താണെന്നുള്ള ഒരു ടെൻഷൻ, ആ ഒരു സംഭവം വായനക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കലാകാരന് സാധിച്ചിട്ടുണ്ട്. അതിപ്പോ ചേച്ചി പറഞ്ഞപ്പോഴും അങ്ങനെ തോന്നി. പിന്നെ അവസാനം നമ്മൾ കുടയാണ് ഒരു പ്രതിഫലമായിട്ട്, ഡോക്ടർ ഒരു സർജറി ചെയ്തതിന് ശേഷം കൊടയാണ് ചോദിക്കണത് ഒരു പ്രതിഫലമായിട്ട്. അപ്പൊ അവിടെ ഒരു മധുര പ്രതികാരം അല്ലെങ്കിൽ ഒരു സ്വീറ്റ് റിവെഞ്ച് നമുക്ക് കാണാം. ഗ്രേസി തന്നെയാണ് ആ കൊട നൽകുന്നത് എന്നുള്ളൊരു സംഭവം. അപ്പൊ എനിക്ക് തോന്നണു ഒരു ഭാഗവും വിടാതെ, ഇതുവരെ ഇനി റിവ്യൂ ഒന്നും വായിച്ചിട്ടില്ല, മനസ്സൊന്നും എടുത്തിട്ടാണ് പറയണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എത്രത്തോളം അത് ഇങ്ങനെ ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ഭാഗം പറയണത് എന്നുള്ള കാര്യം എടുത്തു പറയണം. പിന്നെ എല്ലാ ഭാഗത്തിലും വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് ഹെന്ന. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഒരു കുടയും കുഞ്ഞുപെങ്ങളും പോസ്റ്റർ കണ്ട ടൈമിൽ എവിടെയോ കേട്ടു മറന്ന പോലെ ഞാൻ ഫീൽ ചെയ്തിരുന്നത്. പിന്നെ പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ഇത് എവിടെ പഠിച്ച എന്താണെന്നൊന്നും കഥയൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജസ്റ്റിന് അത് പ്രസന്റ് ചെയ്ത് വന്ന ഒരു പോയിന്റിൽ എത്തിയപ്പോൾ മനസ്സിലായി, ഓക്കെ നമ്മളിത് കേട്ടിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ കാണുന്ന പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആ ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ല, പക്ഷേ ജസീനന്റെ റിവ്യൂ കേട്ടതിന് ശേഷം എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അതെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് വായിക്കാൻ ശ്രമിക്കും. നല്ല രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്ത് തന്നു. അതിന്റെ എല്ലാ ഫീലിങ്സ് നമുക്ക് കിട്ടുന്ന വിധത്തിൽ എന്തായാലും ആ ബുക്ക് ഒരു തവണയിലും ഒന്ന് വായിച്ചിരിക്കണം എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു ജസീന അത് പ്രസന്റ് ചെയ്ത് തന്നത്. ആൻഡ് താങ്ക് യു. ഓക്കെ. അപ്പോ ആയിട്ട് ഈ ഒരു പുസ്തകത്തെ നമ്മൾ എത്തിച്ചു തന്ന ജസീനക്ക് വീണ്ടും നന്ദി പറയുന്നു. അതുപോലെ ഇതുവരെ കേട്ട് കൂടെ നിന്ന എല്ലാ പ്രേക്ഷകർക്കും. സജന, മിസ്സേ പറ. ഇത് പണ്ട് ദൂരദർശനില് സീരിയലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മ പറഞ്ഞിട്ട്. പിന്നെ ഇത് ഷാജി കൈലാസ് സിനിമ ആക്കി ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അത് റിലീസ് ചെയ്തിട്ടില്ല. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണിത്. വായിക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും വായിക്കുക. മിസ്സേ എന്തായാലും വായിക്കണം. കാരണം ഞാന് എന്താ പറയാ അന്ന് വായിച്ചതാ, ആ ഓർമ്മയില ഞാൻ പറഞ്ഞിരുന്നേ. അത്രയും എന്താ പറയാ എന്റെ ഹൃദയത്തിൽ കൊണ്ടൊരു ബുക്കാണിത്. പറയുമ്പോ തന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ വായിച്ചിട്ടുള്ളത്. 5ാം ക്ലാസ്സിൽ ഞാനതന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വായിച്ചത്. അത് ഇപ്പോഴും ഞാൻ മറന്നില്ലേ. അത്രയും ഭയങ്കര ഒരു ഫീലാണ് ഈ ബുക്ക് വായിക്കുമ്പോ.
അതാണ് അപ്പൊ അത് അതിന്റെ സീരിയലായിട്ട് പറയാൻ സിനിമ ആയിട്ട് പിന്നെ പഠിക്കാനൊക്കെ വന്ന അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ വായിക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും വായിക്കുക. ഷാദിയാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയുമെന്ന് ഓക്കെ, അവസാനിപ്പിക്കാം.